പിന്നെ എങ്ങനെയാണാവോ ഉദ്ദേശം? ഒന്ന് പറ കേക്കട്ടെ. അന്യന്റെ കൃപ കൊണ്ടാ കഴിയുന്നതെന്ന് അനാഥയ്ക്കും ജയിൽ പുള്ളിയുടെ ഭാര്യയ്ക്കും ബോധമില്ല. നീ ഇപ്പൊ ജയിൽ പുള്ളിന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ആള് തന്നെയാ ഈ തറവാടിന് മോടി പിടിപ്പിച്ചത്. അയ്യോ ആണോ? എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ. എന്നാലേ ഐശ്വര്യായിട്ട് എല്ലാവരും ഈ മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങിയേ. രണ്ടാൾക്കും അറിയാലോ ഇന്നിവിടെ എന്റെ അമ്മയും വല്യമ്മയും ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ പിന്നെ അവർക്ക് കിടക്കണ്ടേ? രണ്ടാളും എന്റെ മുറിയിലിരിക്കുക, മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട്. അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ. നേരത്തെ പറയാത്തത് തമ്പുരാട്ടിക്ക് ഫീൽ ചെയ്തോ? എന്നാ ഫീലിങ്സും വെച്ച് ഇറങ്ങിക്കോ. ഇത് എന്റെ വീടാ. ഇവിടെ എനിക്ക് എന്തെങ്കിലും മാറ്റം വേണോന്ന് തോന്നിയാ അത് ഞാൻ അറിയിക്കും. ഇപ്പൊ തോന്നുന്നത് ഇപ്പൊ. കാലേക്കൂട്ടി അറിയിക്കാൻ നിന്റെ ഒന്നും ചെലവിലല്ലല്ലോ ഇവിടെയുള്ളവർ കഴിയുന്നത്. ഇനി ഇതിന്റെ പേരിൽ വഴക്ക് വേണ്ട, ഞങ്ങള് മുറി മാറിക്കോളാം. മതിലകത്തെ കർഷകന്റെ മുറിയാ, കണ്ണന്റെ. ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടാക്കാനല്ലേ ശ്രമിക്കുന്നത്, പിന്നെ അതിന് പ്രത്യേകിച്ചൊരു മറുപടി വേണോ? വാ മോളെ. ഒന്ന് നിന്നേ. ഇനി ഈ മുറിയിലേക്ക് ഒരുത്തിയും കയറി പോവരുത്. ഷെൽഫിൽ എന്തെങ്കിലും അമൂല്യ നിധി വെച്ചിട്ടുണ്ടെങ്കിലേ നാളെ രാവിലെ തന്നെ എടുത്തോണ്ട് പൊക്കോണം. എന്റെ അമ്മയും വല്യമ്മയും പോയാലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നും മുറി മാറിക്കിടക്കണോന്ന്. ആ നേരത്തെ പിന്നെ ഒരു സംസാരം ഉണ്ടാവാതിരിക്കാനാ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. എന്റെ കണ്ണേട്ടൻ ഇനി ഈ വീട്ടിലേക്ക് വരാത്തത് നല്ലത്. ഏട്ടൻ ഇതൊന്നും സഹിക്കില്ല. ഇനി സഹിച്ചല്ലേ പറ്റൂ എടുത്തി. ഇനി നമുക്ക് നമ്മുടെ മുറിയിൽ കിടക്കാൻ പറ്റത്തില്ല അല്ലേ അമ്മേ? നമുക്ക് അതിനിവിടെ മുറിയൊന്നുമില്ല മോളെ. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിവിടെ കഴിയാൻ. നിങ്ങൾ രണ്ടുപേരും കൂടി കട്ടിൽ കിടന്നോ, ഞാൻ താഴെ കിടന്നോളാം. അത് വേണ്ട എടുത്തി, ഞാൻ താഴെ കിടന്നോളാം. എല്ലാരും കൂടെ ചാച്ചാൻ പോവാണോ? എന്നാലേ ഇവിടെ അല്ല ചാച്ചേണ്ടത്. ഞങ്ങളുടെ മുറി ഒഴിഞ്ഞു തന്നല്ലോ. ഞങ്ങളുടെ മുറിയോ? അതേത് മുറി? ഞങ്ങൾക്കെന്ന് പറഞ്ഞ് ഇവിടെ മുറിയൊന്നുമില്ല. കേട്ടല്ലോ മോള് പറഞ്ഞത്. അപ്പൊ പിന്നെ മോള് കാണിച്ചു തരുന്നതാണ് നിങ്ങളുടെ കിടപ്പ് മുറി. അതെ, അവര് രണ്ടുപേരുണ്ടേ, അപ്പൊ അവർക്ക് രണ്ട് മുറി വേണം. നിന്റെ മുറിയിൽ എന്റെ വല്യമ്മ കിടക്കും, ഇവിടെ അമ്മയും. അപ്പൊ ഞങ്ങളോ? നീയൊക്കെ തൊഴുത്തി പോയി കിടക്ക്. പാല് തരുന്ന പശുക്കളെ അവിടെയാ കിടക്കുന്നത്. അതിനെ കൊണ്ട് ഗുണമെങ്കിലും ഉണ്ട്. നിന്നെയൊക്കെ കൊണ്ട് എന്താ പ്രയോജനം? രണ്ടാളും അടുക്കള ഭാഗത്ത് എവിടെയെങ്കിലും പോയി കിടക്ക്. എന്തായാലും ഈ മുറി വിട്ടുകൊടുക്കണം. മോളെ, മോള് മുത്തശ്ശിയുടെ പോരെ, മുത്തശ്ശിയുടെ മുറി കിടക്കാം. വേണ്ട, ഞാൻ അമ്മയുടെയും ചെറിയമ്മയുടെയും കൂടെ കിടന്നോളാം. ഇവളുമാര് വളർത്തുന്ന സന്താനമല്ലേ, പിന്നെ അനുസരിക്കും അപ്പച്ചി. അത് നേരാ, 4-5 വയസ്സേ ആയിട്ടുള്ളൂ, എന്നാലും അനുസരണ ഇല്ല.
അപ്പൊ പറഞ്ഞത് മനസ്സിലായല്ലോ. കഥ കടച്ച് പുതച്ച് മുടി കിടക്കണ്ട, അതിനുള്ള ആള് വരും. രണ്ടുപേരും കൂടെ ഇറങ്ങാൻ നോക്ക്. ആ ഇനി ആ മുറി പോലെ തന്നെ ഇതും. ആര് പോയാലും ഇവിടേക്ക് രണ്ടാളും കേറരുത്. ചിലപ്പോ എനിക്ക് ഇവിടെ വന്ന് കിടക്കാൻ തോന്നും. സാരമില്ല പവിത്രടുത്തി, നമുക്ക് അടുക്കള ഭാഗത്ത് പായ വിരിച്ച് കിടക്കാം. എനിക്കതാ ശീലം കുട്ടിക്കാലം മുതലേ. നിങ്ങളെ രണ്ടുപേരുടെയും കാര്യം അങ്ങനെയല്ലോ. എനിക്ക് മോളുടെ കാര്യത്തിലെ വിഷമമുള്ളൂ. എനിക്ക് തൊഴുത്താണെങ്കിലും കുഴപ്പമില്ല. വാ മോളെ. ദാ മോളെ. നല്ല തണുപ്പാ, പൊതച്ചു. കിടന്നു. ഇനി ഇവിടെ നമ്മളെ കിടക്കാൻ സമ്മതിക്കത്തില്ല എടുത്തി? അറിയില്ല മോളെ. മോക്കറിയാലോ, വീടൊക്കെ പുതുക്കി പണിയാൻ നല്ലൊരു തുക ബാങ്കിൽ നിന്ന് എടുത്തിരുന്നു. അപ്പോഴേക്കും ഞാൻ കണ്ണിട്ടിന് വിലക്കിയതാ. ഒരു ഡോക്ടറുടെ വീടാടി. അവിടേക്ക് ആരെങ്കിലും വരുമ്പോ കുറ്റം പറയാൻ പാടില്ല എന്നായിരുന്നു പറച്ചില്. ഇപ്പോ സ്വന്തം കിടപ്പുമുറി പോലെ നഷ്ടമായി. ഇതൊന്നും കണ്ണേട്ടനോട് പറയണ്ട. ഇവിടെ നമുക്ക് സുഖാണ്, അത്രയും പറഞ്ഞാ മതി. കിടക്കാം. പവിത്ര, എന്താ? എന്തു പറയാനാ പപ്പേട്ട? കണ്ണേട്ടനെ കാണാൻ പോകുമ്പോ ഇവിടുത്തെ പ്രാരാബ്ദങ്ങളൊന്നും പറയാൻ പറ്റില്ല. ആകെ കഷ്ടത്തില. തിരുവോണം അലങ്കോലാവെന്ന് അറിയായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്കിനി എന്തോണമാ. ഇന്നലെ രാത്രി മുറിക്കകത്ത് ഉറങ്ങാൻ പോലും ഞങ്ങൾ സമ്മതിച്ചില്ല. എന്റെ കാര്യം പോട്ടെ, കാർത്തൂനെ ഇറക്കി വിട്ടു. ഞങ്ങൾ രണ്ടാളും അടുക്കള ഭാഗത്താ കിടന്നത്. പറ്റില്ല എന്ന് പറയാറുന്നില്ലേ? അതെങ്ങനെ പറയും? ഓണായിട്ട് വിരുന്നുകാരുണ്ടായിരുന്നല്ലോ, വിജിതയുടെ അമ്മയും വല്യമ്മയും ഒക്കെ. മനഃപൂർവ്വം ഞങ്ങളെ മുറിയിൽ നിന്ന് ഇറക്കി വിടാൻ അവരൊക്കെ ഇവിടെ കൂടിയതാ.
രാവിലെ എഴുന്നേറ്റപ്പോ ഇതൊക്കെ ആരോടെങ്കിലും ഒന്ന് പറയണം തോന്നി. അതുകൊണ്ട് പപ്പേട്ടനെ വിളിച്ചത്. കാർത്തൂനെയും കൊണ്ട് എന്റെ വീട്ടിലോട്ട് പോയാലോന്ന് ആലോചിച്ചു. പിന്നെ അവിടുത്തെ സ്ഥിതി വളരെ മോശമാണല്ലോ. പിന്നെല്ലാം സഹിക്കന്നെ. ശരി പപ്പേട്ട. ആരെ പപ്പേട്ട വിളിച്ചേ? പവിത്രേ, കാർത്തൂനും പവിത്രയ്ക്കും മുറിക്കകത്ത് കിടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതായിന്ന്. ഇന്നലെ ഓണമായിട്ട് അടുക്കള ഭാഗത്താ കിടന്നെന്ന്. നമുക്ക് കുട്ടികളൊന്നും ഇല്ലല്ലോടി. ഞാനാണെങ്കി മക്കളെ പോലെ തന്നെ സ്നേഹിച്ചതാ കാർത്തൂനെ ഉണ്ണിയൊക്കെ. എന്നാ പിന്നെ കണ്ണം വരുന്നവരെ അവരിവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചൂടെ? ഇനിയിപ്പോ ഈ നാടും ജനങ്ങളൊക്കെ എത്ര കാലം ഉണ്ടാവുമെന്ന് നിശ്ചയമില്ല. അല്ലെങ്കിൽ തന്നെ മഹാമാരിയും പ്രകൃതിക്ഷോഭമൊക്കെ ഇടയ്ക്ക് മുറയ്ക്ക് വന്നോണ്ടിരിക്കുക. അവിടെ പിന്നെ ആരോടെങ്കിലുമൊക്കെ കാരുണ്യം കാട്ടിയാ നല്ല മരണമെങ്കിലും കിട്ടും. എന്റെ പപ്പേട്ട, നമുക്ക് രണ്ടാൾക്കും കഴിയാനുള്ള സൗകര്യമുള്ളൂ ഇവിടെ. വെള്ളപ്പൊക്കം വന്ന ശേഷം വാതിലും ജനലും ഒക്കെ ചെതലും കയറി. ഒന്നിനും ഒരുറപ്പില്ല. അതിന്റെ കൂടെ 2 പെണ്ണുങ്ങളെയും കൂടി ഇങ്ങോട്ട് വിളിക്കണം. അല്ല, 2 അല്ലല്ലോ, നന്ദനമോളും കൂടി ഇല്ലേ? എടേ, വാതിലും ജനലും ഒക്കെ ചെതല് കയറിയാ അത് നമുക്ക് നന്നാക്കാം. എന്നാ നമ്മൾ മനുഷ്യന്മാരുടെ മനസ്സിൽ ചെതലരിച്ചു കഴിഞ്ഞാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെന്താ പപ്പേട്ടൻ അങ്ങനെ പറഞ്ഞത്? നിന്റെ മാറ്റം കണ്ടിട്ട് എന്നെ പറഞ്ഞതാ. എടേ, നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് കണ്ണൻ ജയിലല്ലായിരുന്നെങ്കിൽ അവൻ വന്നേനെ. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും കൂട്ടിക്കൊണ്ടുപോവാൻ. അവനൊപ്പം പവിത്രയും കാർത്തും ഒക്കെ നിന്നേനെ. അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പ്രളയം വന്നപ്പോ എന്താ സംഭവിച്ചത്? നിന്റെ വീട്ടുകാരെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയോ? എടി, അന്ന് മതിലകത്തല്ലേ നമ്മൾ കഴിഞ്ഞിരുന്നേ. ഉള്ളതിൽ നല്ല മുറി തന്നെയാ അന്ന് കണ്ണനും പവിത്രയും നമുക്ക് തന്നത്. നമുക്കിടയിലാ അന്ന് നന്ദനമോള് കിടന്നുറങ്ങിയത്. വെള്ളം ഇറങ്ങുന്നവരെ അതായിരുന്നു സ്ഥിതി. മനുഷ്യന്മാരെ ഇങ്ങോട്ട് തരുന്നതും നമ്മൾ ചോദിച്ചു വാങ്ങുന്നതൊക്കെ പെട്ടെന്നങ്ങ് മറക്കും. എന്നാ എന്നെ കൊണ്ടത് പറ്റില്ല. എങ്ങോട്ട് പോവാ? മതിലകത്ത് വരെ. അവിടെ പോയി എന്തിനാ പപ്പേട്ട വഴക്കിടുന്നത്? അങ്ങോട്ട് പോകണ്ട. അത് നീയല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇങ്ങോട്ട് വരുന്നവരെ നിനക്ക് തടയാം. എന്നാ കണ്ണെ സ്നേഹിക്കുന്നവരുടെ കണ്ണ് നിറഞ്ഞ എനിക്ക് അവരെ പോയി കാണാതിരിക്കാൻ പറ്റില്ല. അവരെ സങ്കടപ്പെടുത്തിയവരോട് 2 വാക്ക് പറയാതിരിക്കാനും പറ്റില്ല. ഇങ്ങനെ നമ്മളൊന്ന് ഉത്സാഹിച്ച പെട്ടെന്ന് കാര്യം നടക്കും. അവളുമാര് തിരിഞ്ഞു നോക്കാതെ ഓടും. എങ്ങോട്ട് ഓടാനാ സുശീലേ? ഓടിയാലും തലചായ്ക്കാൻ ഒരു ഇടം വേണമല്ലോ. അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ചേച്ചി. കാർത്തൂന്ന് പറഞ്ഞവളെ എന്നായാലും എന്റെ കുഞ്ഞിന് പാരയാ. ദേ വരുന്നൊരുത്തൻ. സുശീലയ്ക്ക് അറിയാവോ? കണ്ണന്റെ കൂട്ടുകാരനാ. ആ, എനിക്കറിയാം. കണ്ണന്റെ കല്യാണത്തിന് ഇവനായിരുന്നല്ലോ മേൽനോട്ടക്കാരൻ. എന്താടാ, ആരെ അന്വേഷിച്ചു വന്നതാ? ഒരാളങ്ങ് ജയിലിൽ പോയെന്ന് കരുതി. എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, നിനക്കിപ്പോ എന്താ വേണ്ടത്? തിരുവോണമായിട്ട് സദ്യ കൊടുക്കണ്ട, വീട്ടിൽ അംഗങ്ങളാന്നും കരുതണ്ട. ജോലിക്കാരുടെ പരിഗണനയെങ്കിലും കാർത്തൂനും പവിത്രയ്ക്കും കൊടുത്തൂടെ? ഇന്നലെ രാത്രി അവളുമാർ അടുക്കള ഭാഗത്താ കിടന്നത്. വീട്ടിൽ ആള് കൂടുമ്പോ വീട്ടിലുള്ളവരെ മുറി ഒഴിഞ്ഞു കൊടുക്കണം വിരുന്നുകാർക്ക്. എന്നാലും വീട്ടിനകത്ത് തന്നെയല്ലേ അവളുമാര് കിടന്ന്, അല്ലാതെ തൊഴുത്തിലൊന്നും അല്ലല്ലോ. ഇതിലും നല്ലത് അവരെ തൊഴുത്തി കിടത്തുന്നതാ. എന്നാ പിന്നെ ഇന്നു മുതൽ അങ്ങനെ ചെയ്യാൻ ചേച്ചി. അവളുമാർ അതിരാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോ തന്നെ പരാതിയുടെ കെട്ടഴിച്ചു. കെട്ടിയോന്റെ കൂട്ടുകാരനോട് എല്ലാം വിളമ്പി. നിന്റെ കുടിയിലേ നിനക്കൊരു ഭാര്യ ഇല്ലേടാ ചെറുക്ക? നിനക്കൊരു കുടുംബമില്ലേ? എന്നിട്ട് നിന്റെ കെട്ടിയോളെ അടുക്കള കടത്തിയ പോലെയാണല്ലോ നിന്റെ വർത്താനം. ഇതെന്റെ കുടുംബം തന്നെ.
അല്ലെങ്കിൽ ചോദിച്ചു നോക്ക് കണ്ണന്റെ അമ്മയോട് ഞങ്ങൾ എങ്ങനെ കഴിഞ്ഞിരുന്നതെന്ന്. സ്വന്തം മാമനും കുടുംബത്തിന് ഈ വീട്ടിലുണ്ടായിരുന്നതിനേക്കാൾ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതന്ന്. ഇപ്പൊ ഈ വീടിന്റെ ഉടമസ്ഥയെ ഞാനാ. എല്ലാം എന്റെ പേരിലാ. ഇവിടെ എന്റെ സൗജന്യത്തിൽ കഴിയുന്നവരൊക്കെ എവിടെ കിടക്കണം, എന്ത് കഴിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. കണ്ണനെ കള്ളക്കേസിൽ കുടിക്കുവന്റെ മുകളിൽ നിന്നും അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എനിക്ക് സംസാരിക്കാനുള്ളത് നിന്നോടല്ല, ദാ കണ്ണന്റെ അമ്മയോടാ. അയ്യോ, എന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല പാപ്പ. ഞാൻ നിഷ്കളങ്കയായ നിസ്സഹായ. ഇപ്പതേ മോളുടെ കൃപയിൽ കഴിയുന്നോളാം. അങ്ങനെയുള്ള എനിക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മോളോടും മോളുടെ അമ്മയോടും പറഞ്ഞാ മതി. വല്യമ്മയോടും. ഇവന്റെ കെട്ടിയോള് നയനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ അതിന്റെ പിന്നാലെ പോവില്ല. ഇവന്റെ ശ്രദ്ധ അത്രയും ഇങ്ങോട്ടാ. അതിന്റെ കാരണം എന്താ ചേച്ചി? അത് ഇവനല്ലേ അറിയൂ. വീട്ടിനകത്ത് തൊലിവെളുപ്പുള്ള പെണ്ണുങ്ങളുണ്ടെങ്കിൽ ചില ആണുങ്ങൾ ഇതുപോലെ കാരണമില്ലെങ്കിലും കാരണം ഉണ്ടാക്കി വരും. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ? അല്ല, കണ്ണൻ പറഞ്ഞിട്ട് നിങ്ങളുടെ കുറെ ചരിത്രമൊക്കെ എനിക്കറിയാം. ഇറങ്ങടാ പുറത്ത്. കണ്ണനല്ല, നിന്നെയൊക്കെ ഇവിടേക്ക് വിളിച്ചു വരുത്തി ഒരുത്തിയാ വേണ്ടാത്തതൊക്കെ നിന്റെയൊക്കെ കാതുകളിൽ എത്തിക്കുന്നത്. കണ്ണൻ ജയിലിൽ നിന്ന് വരുമ്പോ ഈ നാട്ടുകാർക്ക് പറയാൻ ഒരു കഥയുണ്ടാവും. ജയിലിൽ കിടക്കുന്നവന്റെ കെട്ടിയോളെ ജാരൻ അടിച്ചോണ്ട് പോയ കഥ. വേണമെങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുപോയിക്കോ, വിളിച്ചോണ്ട് പോയിക്കോ. അവള് വരുവടാ. എന്നിട്ട് അവക്കേ സപ്രമഞ്ചം ഒരുക്കി കൊടുക്കും. പനിനീര് കുടഞ്ഞു വേണം അകത്തോട്ട് കയറ്റാൻ. താലപ്പൊലിയായിട്ടേ നിന്റെ കെട്ടിയോളോട് വന്ന് നിൽക്കാൻ പറ. നിലവിളക്കുമായിട്ട് അവള് തന്നെ വേണം കൈ പിടിച്ച് കയറ്റാൻ. കാവിശ്ശേരി കരണൻ അന്യ പെണ്ണുങ്ങളുമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ നിങ്ങൾ ഈ പറയുന്നതൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാ ഇത്ര പരിചയം. അനിയത്തിയും ചേച്ചിയും കുറെ അംഗം കഴിഞ്ഞിട്ടാ കെട്ടിയത്. അതിനുശേഷം കാവിശ്ശേരി കരണൻ കാശുണ്ടാക്കിയത് ഏത് മാർഗത്തിലാന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. സ്വന്തം ഭർത്താവിന്റെ നിങ്ങളെ സ്വഭാവം എന്റെ ഭാര്യയുടെ തലയിൽ വെച്ച് കെട്ടണ്ട. വൃത്തിയും വെടിപ്പുള്ള വീട്ടിലേക്ക് നിന്നെയൊക്കെ പോലുള്ള വിഷജന്തുക്കൾ കയറി തൊട്ടുപോലെ തന്നെ. എന്റെ കരണത്തെങ്ങാനും കൈ പതിഞ്ഞ, അതും ഈ വൃത്തികെട്ട കൈ പതിഞ്ഞ, തിരിച്ചു തല്ലുമ്പോഴേ കൊള്ളാനുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ടാവില്ല. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ ഒന്ന് തൊഴുതിട്ട് പോവാൻ നിന്നതാ. ഇയാൾ ഇവിടെ വന്ന് വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയാ ഉണ്ണിയേട്ടാ. വീടിനകത്തെ ആണുങ്ങൾ ഇല്ലാത്ത പോലെയാ സംസാരം. ആണുങ്ങൾ ഇല്ലാത്ത പോലെയല്ല, ആണില്ല. പിന്നെ രണ്ടും കെട്ട ഒരുത്തനുണ്ട്. അമ്മായിയച്ഛൻ വിലക്ക് വാങ്ങിയ ഒരു പാവക്കുട്ടി, ഒരു പെൺകോന്തൻ. ഒപ്പേട്ടൻ കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഇതിലും മാന്യമായിട്ട് സംസാരിക്കണമെങ്കിലേ നിന്നെ തല്ലിയിട്ടേ സംസാരിക്കാവൂ. കണ്ണന്റെ വിയർപ്പാടാ നിന്റെ പേരിന് മുന്നിലുള്ള ഡോക്ടർ. പക്ഷേ അവൻ ചോര നീരാക്കിയതേ അനിയൻ എന്ന അസുരന് വേണ്ടിയാ. സമ്പത്തിന് വേണ്ടി സ്വന്തം കൂടപ്പിറപ്പിനെ പോലും ഒറ്റ മടിയില്ലാത്ത നിനക്കൊക്കെ പോയി തൂങ്ങി ചത്തൂടടാ. അതെ, അമ്മയുടെ അതേ സ്വഭാവ അതാ ഇളയ മോനും. അമ്മ അങ്ങ് പറിച്ചു വെച്ചിരിക്കുക. നീ ചിന്തിക്കുന്നുണ്ടാവും, കണ്ണനുമായി രക്തബന്ധമില്ലാത്ത ഒരുത്തൻ എന്തിനായി ഇവിടെ വന്ന് ലഹള കൂടുന്നതെന്ന്, വെല്ലുവിളി നടത്തുന്ന എന്തിനാന്ന്. അതായിരുന്നു എനിക്ക് കണ്ണനും ഈ വീടും. മക്കളില്ലാത്ത ഞാൻ കുട്ടിക്കാലത്ത് ഇവനെ താലോലിച്ചതാ. ഇവന്റെ പഠിപ്പിന് വേണ്ടി തൂമ്പയും കലപ്പയെടുത്ത് മണ്ണിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ മറന്ന് ഇവൻ സ്നേഹിച്ചവരെയൊക്കെ അങ്ങ് മണ്ണിട്ട് മൂടുവാ. എടാ, എന്നെങ്കിലും ഒരു ദിവസം ഹൃദയം ഒന്ന് പണി മുടക്കിയ തീരാവുന്നതേ ഉള്ളൂടാ എല്ലാം. നീ ഓർത്തു വെച്ചോ ഡോക്ടറെ.
ഉണ്ണി ഇതൊക്കെ? ഇന്നലെ ഞാനിവിടെ വന്നതുകൊണ്ടേ വീടിനകത്ത് കിടക്കാൻ മുറി ഇല്ലാണ്ടായിപ്പോയി. എന്ന് വെച്ച് അവളുമാരൊക്കെ മുറ്റത്താണ് കിടന്നത്. അതിന് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരുത്തൻ വീടിനകത്ത് കയറി ഇങ്ങനെയൊക്കെ പറയാവോ? എടുത്തി പുറത്തെ സംസാരമൊക്കെ കേട്ടായിരുന്നോ? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തിനാ അയാളോട് വിളിച്ചു പറയുന്നത്? ചൂടാറുന്നതിന് മുന്നേ എല്ലാം അയാളുടെ കാതിലെത്തിയെങ്കിലേ അയാള് നിങ്ങളുടെ കാമുകനല്ലാതെ മറ്റാരാ? ഇത് കാമുകനല്ല മോളെ, അതിനേക്കാളും ഇമ്മിണി കൂടിയ ആളാ. രണ്ടാം കെട്ടിയോൻ.